ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മോൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ആയിട്ട് വരാതിരുന്നത്. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ യൂട്യൂബിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോസ് ഇടാത്തത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ബിസി ആയിരുന്നു. 3-4 ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. മോൾക്ക് കുറച്ച് കൂടുതലായിരുന്നു, പനി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ആയിട്ട് വരാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പനിയൊക്കെ അവളുടെ മാറിയിട്ടുണ്ട്. ഇന്നലെ ഡിസ്ചാർജൊക്കെ ആയത്, അപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ്. കുറേ പേര് ചോദിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. അത് മാത്രമല്ല, എന്നെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറൊന്നുമല്ല, 2 ദിവസം മുന്നേ ജുനൈദ് നമ്പിലത്തിൻ്റെ ലൈവ് കണ്ടായിരുന്നു. ആ ലൈവിൽ എന്നെയും കൂടെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജുനൈദ് നമ്പിലത്തിൻ്റെ ആ ഒരു ക്ലിപ്പ് കുറച്ചൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ആ ലൈവിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. എന്തെങ്കിലും ഒരു ഫിറോസ് കുന്നുംപറമ്പോ ആവാൻ പോറ്റ എന്താണ് ആ ജംഷിയെ എന്തോ ഒരു പെണ്ണുണ്ടല്ലോ, എന്താണ് പേര്, കുറെ ഇതിൽ വരുന്ന എന്തോ അവളെ പേരൊന്നും ഓർമ്മയില്ല. എന്താണ് ഞാനൊരു എന്തോ കുന്നുംപറമ്പാവാൻ പോവാണ്, ആന തേങ്ങ എന്നൊക്കെ. അപ്പൊ അവൾക്കൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാലേ അതേ പറഞ്ഞ കുറെ നായ്ക്കൾ ഇങ്ങനെ കുരക്കും. അപ്പൊ അതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ടാവും. ഞാനൊരു വീഡിയോ കാര്യങ്ങളോ ഇട്ട് വരുന്ന ആളാണ്. ഈ ഡെയിലി ഓരോ വിഷയങ്ങളും കാര്യങ്ങളായിട്ട് ഞാനൊരു ദിയമോൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അതിന്റെ കാര്യങ്ങൾ ഞാൻ അതിന്റെ പിറകെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം, കൂടെ നിൽക്കണം. എൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പേടിയില്ല. എന്നാലും നിങ്ങൾ ഒരുപാട് കൂടെ ആളുകൾ ഉണ്ടാവുമ്പോൾ അതൊരു ധൈര്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ ഒന്നാമത് വീഡിയോ ഇടാത്തത് പോലീസ് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ വീഡിയോ ഇടാത്തത് മാനസികമായിട്ട് തളർത്താണ്. എത്ര യൂട്യൂബേഴ്സ് അറിയോ, ഇവർ മാനസികമായിട്ട് നിന്റെ അതിടും, നിന്റെ ഇതിടും, അങ്ങോട്ടിടും ഇങ്ങോട്ടിടും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. നിങ്ങൾ കാണുന്നില്ലേ ഓരോ ഇതിൽ കുറെ ആളുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരും. ആ ഒരു മൂലിയാരാണ് മെയിനായിട്ട് പിന്നാലെ നടക്കുന്നത്. എന്താ അയാളെ പേര്? മൂലിയാരല്ല, അയാൾ കള്ള മൂലിയാർ, വേഷം കൊണ്ട് മൂലിയാരാണ്. എന്താണ് ആഷിം റുബീന എന്ന് പറഞ്ഞിട്ടൊരു ദണ്ഡി. അപ്പോ ഇതിനൊക്കെ മറുപടി തിന്നാ ഞാനല്ലാതാകും. നിങ്ങൾക്ക് ഇന്നിങ്ങനെ ആഷിം റുബീന ഈ ലൈവ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്ത്രീ ജുനൈദ് നമ്പിലത്തിനെയും എന്നെയും തെറ്റിക്കാൻ നോക്കുകയാണ്, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ഇവളിടയിൽ കടന്ന് ഞങ്ങളെ പിരിപ്പിക്കുകയാണ് എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ പിരിപ്പിച്ചു കൊണ്ടുള്ള നേട്ടം എന്താണ് എന്നൊന്ന് ഹാഷിം റുബീനെ പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. എനിക്ക് നിങ്ങളെ പിരിപ്പിച്ചുകൊണ്ട് യാതൊന്നും എനിക്ക് നേടാനില്ല. എനിക്ക് ജുനൈദിൽ നിന്നോ അല്ലെങ്കിൽ ഹാഷിമിൽ നിന്നോ എനിക്കൊന്നും നേടിയെടുക്കേണ്ടതില്ല. ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തെ എനിക്ക് അറിയുള്ളൂ. ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ദിയ ഫാത്തിമയുടെ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് അയാളെ അറിയുള്ളൂ. അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദിയ ഫാത്തിമയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാനിടയായി. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടയായത്. ഞാൻ അങ്ങനെയാണ് ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ദിയ ഫാത്തിമയുടെ വീട്ടിലെ നമ്പർ തരുന്നതും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ദിയ ഫാത്തിമയുടെ വീട്ടിൽ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് കേട്ടോ, ഞങ്ങളത് എത്ര എന്തെന്നൊന്നും പറയണില്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാഷിം റുബീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആര് കേസ് അന്വേഷണം നിർത്തിയാലും ഞാനുണ്ട് അതിൻ്റെ പുറകെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ശരി, ഞാനുണ്ട് പുറകെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്താണല്ലോ ദിയ ഫാത്തിമയുടെ വീട്, നിങ്ങൾ പോയിരുന്നോ? ദിയ ഫാത്തിമയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു? അവരുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അവരുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അവർ തകർന്നിരിക്കുന്ന ഒരു ഇതാണ്. നിങ്ങൾക്കൊരു 1000 രൂപയെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അവരുടെ ആ ദയനീയ സ്ഥിതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്യാറുണ്ട്, അവർ മരിച്ചു ഇവർ മരിച്ചു, കുറേ മരിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ കണ്ടിട്ടുണ്ട്, മരണത്തിൻ്റെ മാത്രം കാര്യങ്ങൾ വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ദിയ ഫാത്തിമയുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനത്തെയാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞ കുറച്ച് സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് വീഡിയോ നിങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ വായ തോരാതെ ജുനൈദിനെ കുറ്റപ്പെടുത്തുന്ന ആ സമയത്തിൽ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക,
അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പിരിപ്പിച്ചുകൊണ്ടോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇല്ലാക്കിയത് കൊണ്ടോ എനിക്കൊന്നും നേടാനില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊരാളെ കുറ്റപ്പെടുത്തി പുറകെ നടക്കുന്ന സമയം കൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ വെറുതെ ഒരാളുടെ പുറകെ നടന്നിട്ട് അയാൾ എന്തെങ്കിലും നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറകെ നടന്ന് ഇങ്ങനെ അവരെ ടോർച്ചർ ചെയ്യല്ല വേണ്ടത്. അപ്പോൾ ഒന്ന് ഹാഷിം റുബീൻ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് ഞാൻ പിരിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജുനൈദ് നമ്പിലത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. വീട്ടിൽ വിളിച്ചിട്ടില്ല, വീട്ടിൽ വന്നിട്ടില്ല. ആ കുട്ടീൻ്റെക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളെ മുടക്കാനാണ് അയാൾ നോക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച അയാളെ തൊപ്പിയും കാര്യങ്ങളും അയാൾ മരിച്ചവരെ മാത്രം കണ്ടെത്തിയിട്ട് അയാൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് ഇന്ന് പാര മരിച്ചേ, പണ്ടാടക്കാരും ചത്തിട്ടില്ലല്ലെന്ന് എന്നൊക്കെ പറഞ്ഞാൽ അയാളെ ദിവസവും അയാൾ ഇതാണ് നോക്കുന്നത്, ആരെങ്കിലും ഇതായിട്ട് ചാവണം. എന്നിട്ട് ഏതെങ്കിലും ചത്ത അല്ലെങ്കിൽ ആരും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം എടുക്കുക, ഇതൊക്കെ ഇന്നാൾ മരിച്ചു. നിങ്ങളത് ചെയ്ത് ജീവിച്ചോളൂ, അത് ചെയ്ത് ജീവിച്ച് അതിന്ന് നിങ്ങൾ സന്തോഷം കണ്ടെത്തിക്കോളൂ. മാന്യമായിട്ട് നല്ല രീതിക്ക് പോകുന്ന ആളുകളെ പിറകിൽ വരരുത്. ഞാനത് നിങ്ങൾക്കൊരു അവസാനത്തൊരു വാണിംഗ് ആണ് ഇത് തരുന്നത് ഞാൻ. കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും മറുപടി എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് താങ്ങൂല. കാരണം അതൊരു വെല്ലുവിളിയാണെങ്കിൽ വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നിങ്ങളോട്. നിങ്ങളെ മക്കളെയും നിങ്ങളെ വൈഫിനെയും ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ. നിങ്ങളൊരു വാടക വീട്ടിലാണെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചൊറിയുമ്പോഴും ഞങ്ങളും കയറി മാന്താത്തത്. ഒരു സഹതാപം, എപ്പോഴും ആ സഹതാപം ഉണ്ടാവണം എന്നില്ല ഹാഷിം റുബീന. ഓക്കെ, അപ്പോൾ ഹാഷിം റുബീനയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാനല്ലല്ലോ നിങ്ങളെ തെറ്റിപ്പിരിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളെ പിരിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല ഹാഷിം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കിയിട്ട് എനിക്കൊന്നും നേടാനില്ല. എനിക്കിതിൽ ഇതായി നിൽക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ ജുനൈദ് എങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ളത് അത്ര തന്നെ എനിക്കും പരിചയമുള്ളൂ. അല്ലാതെ എനിക്ക് പേഴ്സണലി യാതൊരു പരിചയം അദ്ദേഹത്തിന് ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളായിട്ട് നിൽക്കുക. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തിനാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളായിട്ട് നിൽക്കുക. നിങ്ങൾ കുറച്ച് ദിവസം അയാളുടെ വീഡിയോസും അല്ലെങ്കിൽ ലൈവ് ഒന്നും കാണാതാകുമ്പോൾ ഞാനുണ്ട് അതിൻ്റെ പുറകെ, ഞാനാണ് അതിൻ്റെ കീഴിൽ, ഞാൻ ചെയ്യുന്നുണ്ട്, ആരില്ലെങ്കിലും ഞാനുണ്ട്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ആരെ ബോധിപ്പിക്കാനാണ് ഹാഷിം നിങ്ങൾ ചെയ്യുന്നത്? ആരെ കാണിക്കാനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? ആൾക്കാരെ കാണിക്കാനോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹാഷിം. നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുക. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിട്ടിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളായിട്ട് നിന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചതാവുന്നില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല, ആ വീട്ടിലെങ്കിലും പോയിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ അത് വെച്ചൊരു വീഡിയോ ചെയ്യുക, അത് വെച്ചൊരു പോസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വായി കൊണ്ട് അല്ലെങ്കിൽ എഴുതി എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ചിട്ട് 100-200 ലൈക്കിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ തരം താഴല്ലേ, ഇനിയെങ്കിലും തരം താഴല്ലേ. എനിക്ക് നിങ്ങളെ പേഴ്സണലി യാതൊരു ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ആ വാക്കും പ്രവൃത്തികളും ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ് ഹാഷിം. നിങ്ങൾ ഇനിയെങ്കിലും ജുനൈദ് എന്ന് പറയുന്ന ആ വ്യക്തി വെറുതെ വിട്. അദ്ദേഹം എന്തൊക്കെയോ കണ്ടെത്തി എന്നല്ലേ പറയുന്നത്. അദ്ദേഹം കണ്ടെത്തിയെങ്കിൽ കണ്ടെത്തിയിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരട്ടെ. അതല്ലേ നമ്മൾക്കും വേണ്ടത്. നിങ്ങളും അതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ഈ ചിന്തിച്ചു പോകുന്നത്. നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നേടാൻ കഴിയുന്നവരത് നേടിയെടുക്കട്ടെ. നിങ്ങൾ എന്തിനാ വെറുതെ അയാളുടെ പുറകെ പോയിട്ട് ചൊറിയാൻ നിൽക്കുന്നത്? നിങ്ങളിങ്ങനെ ഒരു ചൊറിയൻ പുഴുവാവല്ലേ. ഇപ്പം എല്ലാം അവസാനിപ്പിച്ചിട്ടും നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അത് എത്രമാത്രം വേദനാജനകമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. മാനസികമായിട്ട് അദ്ദേഹം തളർന്നു പോവുകയാണ്. നിങ്ങൾ ഒരാൾ കാരണം ആ വ്യക്തിയുടെ മാനസിക നില തന്നെ തെറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കില്ല. അദ്ദേഹം അത്ര പെട്ടെന്ന് മാനസിക നില തെറ്റുന്ന ആളൊന്നുമല്ല. പക്ഷേ നിരന്തരം ഇങ്ങനെ ഒരാൾ ചൊറിയുന്ന ഒരു ഇതുമായിട്ട് വരുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഇറിറ്റേഷൻ വരും. അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ, എനിക്ക് വീഡിയോ ഇടാനും ലൈവ് ഇടാൻ തന്നെ ഇപ്പോൾ തോന്നുന്നില്ല, അങ്ങനെയുള്ള കുറേ ചൊറിയൻ പുഴുവിൻ്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഷാക്കിറ എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു എന്താ പറയുക, ഫിറോസ് കുന്നുംപറമ്പ് ആവാൻ ശ്രമിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന് ആ ലൈവിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു പേര് കിട്ടിയില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇതാക്കണം. ഷാക്കിറ എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാക്കിറ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. നിങ്ങൾ വെറുതെ പുറകെ നടന്നിങ്ങനെ ഇറിറ്റേഷൻ ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ആ കുഞ്ഞിനെ കണ്ടെത്തിയിട്ട് ഒരു വീഡിയോ ആയിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്കിതെല്ലാം മാറ്റി പറയാൻ പറ്റുമോ? ഒന്ന് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ എന്നൊന്നും പറഞ്ഞാൽ നല്ലതാണ്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിക്കുക.
നമ്മൾക്കൊരു ചെറിയ സഹായമെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മളൊന്ന് നമ്മുടെ മനസാക്ഷിയോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. അല്ലാതെ വെറുതെ ഒരാളുടെ പുറകെ നടന്നിങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഹാഷിം റുബീനയ്ക്ക് ജുനൈദിൻ്റെ ഈ ലൈവ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അദ്ദേഹം കണ്ടെത്തട്ടെ. അദ്ദേഹത്തിന് ആ കുഞ്ഞിനെ എവിടെയോ കണ്ടെത്തിയിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്. എത്രയും പെട്ടെന്ന് ആ ഉമ്മാൻ്റെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അത്രമാത്രം നിങ്ങൾ ചെയ്യും. നിങ്ങൾ എന്താണെങ്കിലും ഉസ്താദിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കുറച്ചെങ്കിലും ഈമാനൊക്കെ ഉള്ള മനുഷ്യനാണെന്ന് ആണ് ഞാൻ കരുതുന്നത്. ഇനിയെങ്കിലും നിരന്തരം അദ്ദേഹത്തെ പിന്തുടർന്ന് ആക്രമിക്കാതിരിക്കുക. അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ മാനസികമായിട്ട് പീഡിപ്പിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക. അദ്ദേഹം കണ്ടെത്തട്ടെ, കണ്ടെത്തി കൊണ്ടുവരട്ടെ. നിങ്ങൾ ദുആ ചെയ്യുന്നത് ഇങ്ങനെ അത്രയും അയാളുടെ വീഡിയോസോ ലൈവുകളോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആരെയും കുറ്റപ്പെടുത്തുന്നോ ആരെയും അധിക്ഷേപിക്കുന്നതായിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ അത്രത്തോളം അയാളെ മാനസികമായിട്ട് പീഡിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നത്. ആ ലൈവിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആ ലൈവും അതുപോലെ തന്നെ ആ കമൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. എത്രമാത്രം നല്ല നല്ല കമൻസുകളാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് നോക്കി നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അദ്ദേഹത്തെ എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം ആളുകൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ 100 ലൈക്കിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. നിങ്ങളുടെ ആ പോസ്റ്റിൻ്റെ താഴെ ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയിൽ നിന്ന് തന്നെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക എന്നല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഒരു 10 കമൻസ് എങ്കിലും ഇട്ടിട്ടുണ്ടോ ഹാഷിം റുബീന? നിങ്ങൾ അതൊന്ന് ചിന്തിച്ച് നോക്ക്. ഇദ്ദേഹത്തെ എത്രമാത്രം ആളുകളാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരായി നിൽക്കുക, നമ്മളായിട്ട് നിൽക്കുക. നമ്മൾ വെറുതെ ഒരാളെ പിന്തുടർന്ന് ആക്രമിക്കാതിരിക്കുക. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിനെ പിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. ഇപ്പോൾ ജുനൈദ് നമ്പിലത്ത് ഈ ഒരു കാര്യമായിട്ട് വന്നപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നാളും അദ്ദേഹം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അത്രത്തോളം മാനസികമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ആ ഒരു ലൈവ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ മാത്രമാണ് ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത്. എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്നെ അത്രമാത്രം വന്ന് എന്നെ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഹാഷിം റുബീൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിട്, അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്. ഇനിയെങ്കിലും നിങ്ങൾ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.